പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയുടെ ഇപ്പോഴത്തെ സ്വഭാവം മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഉടൻ തന്നെ കണ്ണൻ വൈദ്യനെ ചെന്ന് കാണുന്ന ദേവരാജൻ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇപ്പോൾ ദേവബാല ആകെ പരസ്പരബോധമില്ലാതെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പോലും അറിയില്ല. എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ മതിയാകൂ. സഹായിക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ദേവരാജ, നീ പേടിക്കാതിരിക്കെ, നമുക്ക് പോംവഴി ഉണ്ടാക്കാം. അവളുടെ ചികിത്സയ്ക്ക് അഭിഷേക് അവളുടെ കൂടെ ഉണ്ടാകണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ. നമുക്ക് അവനെ തിരികെ കൊണ്ടുവരണം. അത് മാത്രമേ ഒരു പോംവഴിയായിട്ടുള്ളൂ. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് ശരി എന്ന് വ്യക്തമാക്കുന്ന അയാൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇപ്പോൾ ദേവബാലയാകട്ടെ കൂടുതൽ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ട് അവളാകെ നടക്കുകയാണ്. ഇതെല്ലാം കണ്ട് പ്രമീളയും ഒന്ന് ഭയന്നു പോകുന്നു. പക്ഷേ ഇതിനിടയിൽ രാഹുലിനെ ഒതുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സോനം ദേശായി. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഈ രാഹുലിനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ് അവർ. ഈ കാര്യം ഇതേ തുടർന്ന് രാഹുൽ അറിയാൻ ഇടയായതിനെ തുടർന്ന് സോനം ദേശായിക്ക് തിരിച്ചടി കൊടുക്കാൻ രാഹുലും ഇപ്പോൾ തയ്യാറാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.